ചോദിക്കാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. വീണ്ടും ഒരു ആരോപണമായി നമ്മൾക്കെതിരെ വന്നത് അടുത്ത അവസ്ഥയിലെ കേസിന് പോയി. അപ്പോ ഇത്തവണത്തെ പ്രബോധനത്തിലാണെങ്കിൽ അത് വായിക്കാൻ കഴിഞ്ഞു. ലീഗ്, മുജാഹിദ്, ഖാദിയാനി, സായിബായി എന്നൊക്കെ പറഞ്ഞ് വളരെ നിഷ്ഠൂരമായ രീതിയിൽ ഒരു ജമാഅത്തിന്റെ പ്രവർത്തകൻ, അതായത് എന്റെ ഒരു ബന്ധുകൂടിയായ, എടുത്ത് പറയുന്നില്ല കേരളത്തിലുള്ളത്, എന്നോട് മുജാഹിദുകളോട് ചെല്ലാൻ പോലും അവകാശമില്ലെന്ന് പറഞ്ഞു എന്നെ പറ്റിക്കേറ്റി കൊണ്ടുവന്നു. സംസാരിച്ച് അവിടെ ഓടിപ്പോയി. നിങ്ങള് ഒരുപാട് ആ വഴി യാത്രയിൽ തന്നെ ഒരുപാട്, അതായത് ഇപ്പം പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ആ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ആരോപണ വിധേയമായ ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ആ കേസുമായി നമ്മളുടെ ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഖാദിയാനിയുമായി സഹകരിച്ചതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ എനിക്കും അവർക്കും വേണ്ടി ചോദിക്കും. ലോകത്ത് എവിടെ ചെന്നാലും ഈ കളവ് പറയാം. പക്ഷെ എറണാകുളത്ത് നിന്ന് ഈ കളവ് പറഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും. നമ്മൾ മനസ്സിലാക്കണം, ഒരു പ്രസ്ഥാനത്തിനും ഒരു വ്യക്തിക്കും ആദ്യം വേണ്ട ഒരു കാര്യം അതാണ് നട്ടല് എന്ന് പറയും. അതില്ലെങ്കിൽ ഒരു ഫോട്ടോകോപ്പിയിൽ എടുത്തു നോക്കണം. അത് അറിയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ശുദ്ധമായ കളവ്, ശുദ്ധമായ വഞ്ചന, ശുദ്ധമായ ചതി. ഇത് ആദ്യം തുടങ്ങിയത് എവിടെയാണ്? മലയാളം എന്ന് പറയുന്ന കാരികയിലാണ്. പിന്നെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുൽ സമദ് വാഴക്കാല എറണാകുളം എന്ന പേരിൽ, ചിലപ്പോൾ ഇതിന്റെ പേര് അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞാനത് നോട്ട് ചെയ്ത്, കേരള ശബ്ദത്തിൽ വന്ന ഒരു കുറിപ്പാണ്. പിന്നെ അത് കണ്ട് പ്രബോധനത്തിലെ ഒരു കത്തുകൾ എന്ന് പറയുന്ന ഭാഗത്താണ്. പിന്നെ അത് കണ്ടത് ഈ കഴിഞ്ഞ പ്രബോധനത്തിലാണ്. പിന്നെ അത് കണ്ടത് ഇന്നലത്തെ മാധ്യമം പത്രത്തിലാണ്. ആരിഫലിയുടെ പ്രസ്താവനയാണ്. ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ശരിയാണെങ്കിൽ ഈ സ്റ്റേജിൽ ഉത്തരവാദിത്വത്തോടെ നിന്നുകൊണ്ട് അവരെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഈ ആരോപണം ശരിയാണെന്ന് സമർത്ഥിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും അമീർ മുതൽ ഇങ്ങോട്ട് താഴ്ക്കൂരെന്ന അവസ്ഥയിലുള്ള, മുട്ടടിക്കുന്ന അവസ്ഥയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇത് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് തയ്യാറാകാൻ ധൈര്യമുള്ള, കഴിവുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ആരെങ്കിലുമുണ്ടോ? ഒരാളും അതിന് തയ്യാറാവുകയില്ല എന്നെനിക്ക് ധൈര്യസമേതം പറയാം. ഇനി അവർ തയ്യാറായി വരുമെങ്കിൽ അവരുമായി ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ ഞാൻ ഒരുക്കമാണ്. ാണ് ചോദിച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ബോധപൂർവം ഇവരെഴുതുകയും കള്ളപ്രചരണം നടത്തിക്കുകയും ചെയ്തിരുന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഖാദിയാനികളെ കൂട്ടുപിടിച്ചിട്ടുള്ള ജമാഅത്തിനെ എതിർക്കാൻ എന്ത് ഗതികേടാണ് ഈ പറയുന്നത്? നേരെ തിരിച്ച് മുജാഹിദുകൾ ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുകളും സഹകരിച്ചുകൊണ്ട് ഖാദിയാനികൾക്കെതിരെ പടപ്പുറപ്പാട് നടത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇറ്റിലവും പോറ്റിലവും എന്ന് പറയുന്ന ചേന്നമക്കലൂർ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമി അവരുടെ കഴിവുകൊണ്ട് വളർന്നൊന്നുമല്ല. മുജാഹിദ് പ്രസ്ഥാനം പാകപ്പെടുത്തിയ മണ്ണ്, ആ മണ്ണിൽ വിത്തിറക്കി ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയതാണ് ചേന്നമക്കലൂർ. അതുപോലെ തന്നെ കടവത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അഞ്ചുമണി ശാഖ ഇസ്ലാമി. ആ അഞ്ചുമണി ശാഖ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്ന ഖാദിയാനികളെ എതിർക്കാൻ വേണ്ടി മാത്രമാണ്. വേറൊരു കുട്ടികൾക്കില്ല ഖാദിയാനികളെ എതിർക്കാൻ. ആ അഞ്ചുമണി ശാഖ ഇസ്ലാമിൽ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർമാർ ജമാഅത്തെ ഇസ്ലാമിക്കാരും അതുപോലെ തന്നെ മുജാഹിദുകളുമാണ്. മാത്രമല്ല ഈ കേരള ചരിത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമിലെ ഖാദിയാനികളുമായി ഒരു മുബാഹന നടന്നിട്ടുണ്ട്. ഈ കേരള ചരിത്രത്തിൽ ഖാദിയാനികളുമായി കൊടിയത്തൂരിൽ വെച്ചുകൊണ്ട് നടന്ന മുബാഹനയിൽ ഖാദിയാനികളുമായി മുബാഹന നടത്തുവാൻ രംഗത്ത് വന്ന വ്യക്തി ഇന്നും ജീവിച്ചിരിക്കുന്ന കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ പണ്ഡിത സംഘടനയായ കേരള ജമിയത്തുൽ ഉലമയുടെ അനിശ്ചിതനായ സെക്രട്ടറിയായ എം മുഹമ്മദ് മദനി സാഹിബാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഹമ്മദനി ഖാദിയാനികളുമായി മുബാഹന നടത്തിയ ആ വ്യക്തി ഈ കേരള ചരിത്രത്തിന്റെ താളുകൾ രേഖപ്പെടുത്തിയപ്പെട്ട മുബാഹനക്ക് ഖാദിയാനികളുമായി തയ്യാറായ വ്യക്തിയാണ് എം മുഹമ്മദ് മദനി.
കേരള ജമിയത്തുൽ സെക്രട്ടറി. എന്നിട്ട് ഞങ്ങള് ഖാദിയാനികളുമായി സഹകരിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കുന്ന മെമ്പർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കും. പക്ഷേ അത് ഒരു തരമ്പ് പോലും ബന്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യവുമായി ഒരു ബന്ധവുമില്ല. ഇത് നിങ്ങൾ ആലോചിക്കണം, എന്താണ് ഈ രൂപത്തിൽ പ്രസിഡന്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് വഴിവെച്ചത്? നമ്മൾ അന്വേഷിക്കണമല്ലോ. നമ്മൾ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എറണാകുളത്ത് മദീന മസ്ജിദ്, ആ മദീന മസ്ജിദിൽ ഒരു വെള്ളിയാഴ്ച അടിയും ഫലവുമുണ്ടായി. ഗോൾഡാറ്റിയുടെ പ്രവർത്തകർ മാരകായുധങ്ങളുമായി മദീന മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടി. അവിടെ ഹുതുബ നടത്താൻ വന്ന ഹബീബിനെ തല്ലി എന്ന് മാത്രമല്ല, പ്രഹരിച്ചുവെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വൃഷ്ടം പിടിച്ചുടച്ചു എന്നാണ്. ഗോൾഡാറ്റിക്കാർക്ക് മാത്രമുള്ള ഒരടവാ നമുക്കറിഞ്ഞൂടത്. പള്ളിയിൽ ഹുതുബ നടത്താൻ വന്ന ഹബീബിന്റെ വൃഷ്ടം ഉടച്ചു എന്നത് രേഖാമൂലം തെളിയിക്കാൻ സാധിക്കും. ഹുതുബയല്ല, അത് ഞാനൊരു തലക്കാലത്തിന് വേണ്ടി ഇഷ്ടപ്രയോഗിച്ചതല്ല, അത് രേഖാമൂലം. എത്രമാത്രം ക്രൂരമായി ആ ഹബീബിനെ പീഡിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആ പള്ളിയിലേക്ക് വന്ന, ജുമാ നമസ്കരിക്കാൻ വന്ന നിഷ്പക്ഷനായ ഒരാള്, അയാളെ മനസ്സ് തകർന്നു. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഒരിക്കലും അയാൾ പഠിച്ചിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് വിമർശിച്ചിട്ടില്ല. അയാൾ മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ രൂപത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് പകച്ചു. സുഖമാണെന്ന് എന്തായി കാണുന്നത്? അങ്ങനെ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ചോദിച്ചു, അല്ല ഇതെന്താണ് ഇത് ചെയ്യാൻ പാടുള്ളൂ, പള്ളിയിൽ